വിശേഷാല് വിശേഷാല് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആ, പ്രിയ ജിസ്റ്റേച്ചി, അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെല്ലാം ഓർക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രഹബോത്ത് മിനിസ്ട്രിയുടെ നേതൃത്വം നടത്തപ്പെടുന്ന ഇങ്ങനെയുള്ള കൂടിവരവുകൾ ഒത്തിരി ആളുകൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രസംഗവും ദൈവവചന പഠനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവം വചനം പഠിക്കുക എന്നുള്ളത് ഏതൊരു കാലഘട്ടത്തിലും ആവശ്യമായ കാര്യമാണ്. എന്നാൽ ദൈവവചനം അതിന്റെ നിലയിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ മുളയ്ക്കാതിരിക്കാൻ നമ്മുടെ ചിന്തകളെ മാറ്റിക്കളയുന്ന എല്ലാ ഇരുളിന്റെ അധികാരങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവവചനത്തിന്റെ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കട്ടെ. ഞാൻ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു. ഈ ഇന്നത്തെ ഈ വചനഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യമാണ്. നമ്മൾ ഗിരിപ്രഭാഷണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഓർപ്പിച്ചതുപോലെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഗിരിപ്രഭാഷണം ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവനെ നിത്യതയിൽ എത്തിക്കേണ്ടതിന് പ്രയോജനകരമായ ഒത്തിരി വചനഭാഗങ്ങൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അത് നിസ്സാരമല്ല എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്ന ഒത്തിരി ചിന്തകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയും നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക, ദൈവവചനം പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഒടുവിലായി വായിച്ച വാക്യം മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 9-ാം വാക്യമാണ്. അത് ഒരിക്കൽ കൂടി വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ വചനം വായിച്ച് നമ്മൾ അല്പ ചിന്തകൾ നമ്മൾ ചിന്തിച്ചു, അല്പകാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിന്റെ തുറന്നുള്ള 1-2 ചിന്തകൾ കൂടി പറഞ്ഞ അനന്തരം അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതലും ഈ ക്ലാസ് ദൈവസഭയ്ക്കകത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും പൊതുവിൽ ശുശ്രൂഷയ്ക്ക് കടന്നുപോയാൽ ഞാൻ പ്രസംഗിക്കുകയാണ് പതിവ്. എങ്കിലും അതിനകത്ത് ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അല്പം സ്പീഡ് കൂടിയാലും നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചു തുടങ്ങിയ വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. ആത്മാവിലുള്ള ദരിദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജഡത്തിൽ നമ്മൾ ദരിദ്രരായാൽ, ജഡസംബന്ധമായി ജഡീകമായി നമ്മൾ ദരിദ്രരായാൽ നാം എന്താ ചെയ്യുക? നമ്മൾ ആ ദാരിദ്ര്യം മാറ്റേണ്ടതിന് നമ്മൾ വില കൊടുക്കും എന്നതുപോലെ നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ സംബന്ധിച്ച് ആമേൻ, ഉള്ളിലെ മനുഷ്യനെ പോഷിപ്പിക്കേണ്ടതിന് ആമേൻ നമ്മൾ എന്ത് വില കൊടുത്തും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഞാൻ അടുത്ത ഒരു വചനഭാഗം പങ്കുവെച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അന്ന് പറഞ്ഞൊരു ദുഃഖം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖത്തെക്കാൾ അധികമായി കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം. എന്ന് പറഞ്ഞാൽ അനുതാപത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന, ദൈവപ്രവൃത്തിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന, ആത്മീയ കാര്യങ്ങളിൽ നല്ല നിലയിൽ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഉളവായി വരുന്ന ദുഃഖം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ ആ ദുഃഖത്തോട് ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു ദുഃഖം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിയായിട്ട് നാം കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിനെ പ്രതി നാം ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ആമേൻ അവർക്കും ആശ്വാസമുണ്ട് എന്നുള്ള ഒരു പഠനം കൂടിയുണ്ട്. ഇത് രണ്ടോടെ ചേർത്ത് വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. 5-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഞാൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: സമാധാനം ഒരിക്കലും ഉണ്ടാകുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകുക. ഇന്നലെ
ആമേൻ നടന്ന ദാരുണമായ സംഭവം നിങ്ങളെയൊക്കെ ഞെട്ടിച്ചു ഇതുപോലെ എന്നെയും ഞെട്ടിച്ചു. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 5 പേരെ എന്ത് ചെയ്തു? ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നുകളഞ്ഞു. കണ്ടില്ലേ? സമാധാനം ഉണ്ടാക്കേണ്ടുന്ന മനുഷ്യർ, സമാധാനം വിതയ്ക്കേണ്ട മനുഷ്യർ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ ഭവനത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ കുടുംബക്കാര്, ചാർച്ചക്കാര്, അവരുടെ അയൽഭവനങ്ങളിൽ ഉള്ളതായ ആ ഭവനത്തിനകത്തുള്ള ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് ചിന്തിച്ചാൽ ആമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് സമാധാനം വിതയ്ക്കേണ്ട മനുഷ്യർ അത് ഒത്തിരി പേർക്ക് അസമാധാനം ഉണ്ടാക്കുകയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വിടുകയാ. ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഒടുവിൽ വായിച്ച ഒരു വാക്യം എങ്ങനെയാണ്? യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ വായിച്ചു. അതിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ സമാധാനം വിതച്ച് നീതി എന്ന ഫലം കൊയ്യത്തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. നമ്മൾ അതിനാധാരമായി വായിച്ചത് അതിനുശേഷം സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആ സമാധാനം നഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. അതിന്റെ 2-ാം വാക്യം നമ്മൾ വായിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗഹ്വരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്കദേശക്കാരും അവരുടെ നേരെ വരും. 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതി ഒന്നും ശേഷിപ്പിക്കയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളിയെ പോലെ കൂട്ടമായി വരും. അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. കണ്ടില്ലേ? ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു മർമ്മം ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുമ്പോൾ അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക. ഈ പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്: മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗുഹകളിലും ഒക്കെ അവർ ശരണമാക്കി. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ചെറിയ ചിന്ത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പർവ്വത സമാനമായ ഗുഹയ്ക്കകത്ത് പാർക്കുന്നത് പോലെ, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ട അന്തരീക്ഷത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നന്നായി അനുഭവിക്കാൻ പറ്റില്ല. സമാധാനം നഷ്ടപ്പെടുമ്പം നല്ല വീട്ടിലാ കിടക്കുന്നത് സത്യമാ, പക്ഷേ നമ്മൾ ഗുഹകളിൽ വസിക്കുന്നത് പോലെയാ. നല്ല ഭക്ഷണം വീട്ടിൽ ഉണ്ടാകാം, പക്ഷേ സമാധാനമില്ലാത്തത് കൊണ്ട് അതിന്റെ ടേസ്റ്റ് അനുഭവിച്ച് നമുക്ക് അത് ഭക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാകാം, പക്ഷേ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭവനത്തിൽ പിതാവുണ്ട്, മാതാവുണ്ട്, മക്കളുണ്ട്, ശരിയാ, പക്ഷെ അവരോട് ആമേൻ ആഴമായി സ്നേഹത്തോടെ കരുതലോടെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇതാണ്, ദൈവത്തിന് അനിഷ്ടമായുള്ളത് ഭവനത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒന്ന്, സമാധാനം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുമ്പോൾ. രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തം 26-ന്റെ 16. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. വളരെ മനോഹരമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. എഴുതിയിരിക്കുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഏറ്റവും ഭംഗിയായ ഒരു വാക്യം.
എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അപ്പോൾ ബലവാനാകുമ്പോഴാണ് നമുക്ക് നിഗളം ഉണ്ടാകുന്നത്. ആമേൻ. എന്നാൽ ഇത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, താഴേക്ക് വായിക്കുമ്പോൾ ഉസിയ രാജാവിനെ കുറിച്ചാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ചിന്ത ഇതാണ്: സമാധാനം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ദൈവത്തിന്, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുക എന്നുള്ളതാണ്. സമാധാനം നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിഗളം ജീവിതത്തിൽ വന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഇവിടെ ഇതാ, അവൻ ബലവാനായപ്പോൾ, അവൻ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, അവൻ രാജാവായപ്പോൾ, അവന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നപ്പോൾ അവന്റെ നാശത്തിനായിട്ട് തന്നെ അവന്റെ ഹൃദയം നിഗളിച്ചു പോയി എന്നാണ് പറയുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ജീവിതത്തിൽ നമ്മുടെ ഇല്ലായ്മകളെ ദൈവം മാറ്റും, നമ്മുടെ അതിർവരമ്പുകളെ ദൈവം വിശാലമാക്കും, നമ്മുടെ തലമുറകളെ ദൈവം ആദരിക്കും. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെക്കാൾ നന്നായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തരും. പക്ഷേ അതിൽ മതിമറന്ന് നമ്മൾ നിഗളികളായി മാറരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് മേടിക്കുമ്പോൾ, അവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുമ്പോൾ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ ഉയരുമ്പോൾ നമ്മൾ ഒരിക്കലും നിഗളികളായി മാറരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ 5 കാശിന് വകയില്ലാത്തവരെ സ്വർഗത്തിലെ ദൈവം അവരുടെ ചില പ്രവൃത്തികൾ കൊണ്ടോ അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ അനുഗ്രഹിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവരുടെ വാക്കുകളൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ അസ്വസ്ഥത തോന്നുമാറ്, അവരുടെ വാക്കുകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുമാറ് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവർക്കെല്ലാം നൽകിയപ്പോൾ അവരുടെ വാക്കുകളിൽ തിങ്ങി വരുന്ന ആ ചിന്തകൾ ഇതാണ്: ഇത് എന്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മാന്യനായത് കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നുള്ള നിഗള സ്വഭാവം നമ്മിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, എത്ര ദൈവം നമ്മെ അനുഗ്രഹിച്ചാലും, ഇനി അനുഗ്രഹിച്ചില്ലെങ്കിലും, അങ്ങനെയാണല്ലോ ബാലന്മാര് പറഞ്ഞത്, വിടുവിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിഗളം ഉണ്ടാകരുത്. എത്ര നല്ല പൊസിഷനിൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും എത്തപ്പെട്ടാലും വന്ന വഴി നാം മറക്കരുത്. വന്ന വഴി മറന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിഗളമുണ്ടാകുക എന്നുള്ളത്. സ്തോത്രം. നിഗളമുണ്ടാകരുത്. 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 19-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഇവിടെ നിഗളം കേറിയപ്പോൾ അവൻ ചെയ്തൊരു കാര്യമുണ്ട്. ലേവ്യ പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ടുന്ന ശുശ്രൂഷ ആര് ചെയ്യുകയാണ്? ഉസിയ രാജാവ് ചെയ്യുകയാണ്. നിഗളം കയറിയാൽ ഉണ്ടാകുന്ന ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? നമുക്ക് സുബോധമില്ലാതായി മാറും. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ചിന്ത വരും. മറ്റാരെയും നമ്മൾ അംഗീകരിക്കില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു കയറും. കണ്ടില്ലേ, ഇവിടെ ലേവ്യ പുരോഹിതന്മാർ മാത്രം ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ ആ പുരോഹിതന്മാർ എത്ര പറഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ താൻ എന്ത് ചെയ്തു? ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു എന്നാ പറയുന്നത്. കണ്ടില്ലേ, നിഗളം തന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ആ നിഗളം തന്റെ ജീവിതത്തിൽ തന്നെ പരാജയത്തിലേക്ക് കൊണ്ടുവന്നു. ഒടുവിൽ വായിക്കുന്നത് എങ്ങനെയാണ്? പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി എന്നാണ് വായിക്കുന്നത്. പഴയ നിയമകാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് നമുക്ക് നന്നായി നമുക്കറിയാം. അവരുടെ സാഹചര്യങ്ങൾ, സമൂഹത്തിന് ഉള്ളിൽ അവർക്കുണ്ടാകുന്ന അവഗണന, അവരെവിടെയാണ് പാർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല പ്രിയരെ. അപ്പോ ഇവിടെ ഇതാ നിഗളമാണ് അവന്റെ ജീവിതത്തിൽ അവനെ ഇല്ലാതാക്കിയത്. ആമേൻ. അവന്റെ നെറ്റിയിലാണ് കുഷ്ഠം പൊങ്ങിയത്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ, നിഗളികളോട് എന്നും ദൈവം എതിർത്ത് നിൽക്കുന്ന ദൈവ.
എന്നാൽ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ എത്ര അനുഗ്രഹിച്ചാലും കർത്താവിന്റെ പാദാന്തികയെ താണിരുന്ന് കരയാനല്ലാതെ ഒരു വാക്കുച്ചരിക്കാൻ യോഗ്യതയുള്ള എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? സ്തോത്രം. ഒരു ശ്വാസത്തിന് മാത്രം തുല്യമായ ആമേ സ്തോത്രം പുല്ല് ആമേൻ വാടിപ്പോകുന്നത് പോലെ, പൂവ് വാടിപ്പോകുന്നത് പോലെ ആമേൻ മനുഷ്യന്റെ ജീവിതം ആമേൻ ഈ കാലഘട്ടത്തിൽ ആമേൻ അടുത്ത നിമിഷം പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഓരോ ദിവസവും അനുഗ്രഹത്തോടെ ജയത്തോടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും ദൈവം ജയോത്സവമായി നടത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിഗളം വാഴരുത്. കാരണം ആമേൻ നമുക്കെതിരെയുള്ള നമ്മുടെ ശത്രുവായ പിശാച് വീണുപോയത് ഇങ്ങനൊരു നിഗളത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ എവിടെയോ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. ശത്രുവായ സാത്താൻ വീണുപോയത് നിഗളത്തിലാണെങ്കിൽ ഇന്ന് മനുഷ്യനെയും വീഴ്ത്തേണ്ടതിന് അവൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് നിഗളം എന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, എത്ര ദൈവം നമ്മെ അനുഗ്രഹിച്ചാലും നിഗളത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. എല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എങ്ങനെ വായിക്കുന്നത്? ആമേൻ. ഉസിയ രാജാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ആമേൻ. നമുക്കൊരു കാര്യം മനസ്സിലാക്കിയാൽ, നമ്മുടെ ഡ്രസ് ഇട്ട് മറയ്ക്കാൻ കഴിയുന്നിടത്താണ് കുഷ്ഠം പൊങ്ങിയതെങ്കിൽ അത് മറച്ചു കളയാൻ പറ്റും. പക്ഷേ ആമേൻ, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നുള്ള ശക്തമായ തെളിവും നമുക്കുള്ള താക്കീതുമാണ് അവന്റെ നെറ്റിയിൽ തന്നെ കുഷ്ഠം പൊങ്ങിയെന്ന എല്ലാവരും കാണത്തക്കവണ്ണം. ആമേ സ്തോത്രം. ഏതൊരു കാലഘട്ടത്തിലും കുഷ്ഠരോഗികൾ എത്രത്തോളം അവഗണനകൾ ആ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നു എന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആമേ, നിഗളമാണ് തന്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തിയത്. സ്തോത്രം. ഞാൻ ആ ഭാഗവും വിടാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യോടെ വായിക്കാമോ? ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 30, 31 ഒന്ന് വായിച്ചാലും ആ വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ലു തീറ്റും. അത്യുന്നതനായ സ്തോത്രം. നമുക്ക് ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇതാ ആമേ സ്തോത്രം 30-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ. കണ്ടില്ലേ? എന്ത് ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു വാക്ക് ഇതിനകത്തുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ല താൻ പറഞ്ഞത്, ഇത് എന്റെ ധനമഹാത്മ്യത്താൽ ഞാനാണിത് പണിതത്. കണ്ടില്ലേ? നിഗളം തന്റെ ഹൃദയത്തെ അരങ്ങുവാണപ്പോൾ 31-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ, കാരണം നിഗളത്തെ അത്രമാത്രം സ്വർഗത്തിലെ ദൈവം എതിർക്കുന്നു, നിരസിക്കുന്നു എന്നുള്ളതാ. കാരണം സാത്താൻ വീണുപോയ മണ്ഡലം ഈ നിഗളമായതുകൊണ്ട്, ആമേൻ, ഒരു മനുഷ്യൻ സാത്താനായി മാറുന്നതും ഈ നിഗളം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതാ രാജാവ് പറയുന്നു, തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിഗളം കയറി വന്നപ്പോൾ സ്വർഗം ഇടപെടുകയാണ്. കണ്ടില്ലേ? ആമേൻ. നിഗളമുള്ളിടത്ത് സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. എന്താ കാര്യം എന്നറിയാവോ? താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെ പോലെ
പുല്ല് തീറ്റും. കണ്ടില്ലേ? ആമേ, നിഗളം വന്ന നെബൂഖദ്നേസർ രാജാവിന്റെ ജീവിതത്തിന്റെ ഗതി എത്ര പെട്ടെന്നാണ് മാറിയത്. ഇന്ന് നമ്മുടെ ഇടയിൽ തകർന്നവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒന്നാമത് നിഴലിച്ചു നിൽക്കുന്ന കാര്യം മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വന്ന നിഗളമാണ്. ഒരു കാലത്ത് ഒത്തിരി പേരുടെ പ്രാർത്ഥനാ സഹായത്താലും സാമ്പത്തിക സഹായത്താലും പലരും പച്ച പിടിച്ച് പല നിലകളിൽ പ്രയോജനപ്പെടേണ്ടിയവർ വന്ന വഴിയെ മറന്നു കളഞ്ഞിട്ട് അവരുടെ അകത്ത് നിഗളം വന്ന് അവർ സർവശക്തനായ ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് നിഗളമുണ്ടാകരുത്. ദൈവം നമ്മെ എത്ര അനുഗ്രഹിച്ചാലും നാം നിഗളിച്ചു പോകരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആമേൻ. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:6 ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. സമാധാനം നഷ്ടപ്പെടേണ്ടതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്: യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. രണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് നിഗളം വന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ അടുത്തത്, ആമേൻ, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 12:6 നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ആമേൻ, മരണം കാത്തു കിടക്കുകയാണ്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലേണ്ടതിന് 14 ചേവകരുടെ നടുവിൽ മരണം കാത്ത് കിടക്കുന്ന പത്രോസ് തന്നെ കൊല്ലുവാൻ വിധിച്ചതിന്റെ തലേ രാത്രിയിൽ അവൻ കിടന്നുറങ്ങുകയായിരുന്നു എന്ന് വചനം വായിക്കുന്നു. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ വേഗത്തിൽ ഓടിച്ചു പോകാം. 4-ാം അധ്യായം 8-ാം വാക്യം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ലെങ്കിലും സമാധാനം ദൈവം തന്നാൽ അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ കൊച്ചു കൂരയ്ക്കകത്താണ് കിടക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ വരുമാനമൊന്നുമില്ല. നിങ്ങളുടെ തലമുറകൾക്ക് വലിയ ജോലിയൊന്നുമില്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന സാഹചര്യമാണ്. പക്ഷേ നിങ്ങൾ ഏത് സാധാരണക്കാരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മേൽ അയച്ച സമാധാനമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയും. ഈ സമാധാനം എന്നുള്ള വിഷയം സംബന്ധിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പം നമ്മുടെ ഭവനാന്തരീക്ഷം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കഴിഞ്ഞ ദിവസം സ്തോത്രം, ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ സ്വന്തം പിതാവിനെ തൃശ്ശൂർ ഭാഗത്താണ്, നിങ്ങൾ അറിഞ്ഞിരിക്കും, വെട്ടിക്കൊന്നു. അവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തിലുള്ളവരായിരുന്നു. പക്ഷേ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ മകനിലൂടെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കൂ, ആരും കരുതുന്നില്ല നാളെ എന്റെ സമാധാനം നഷ്ടപ്പെടും, അടുത്ത നിമിഷം എന്റെ സമാധാനം നഷ്ടപ്പെടും. സ്തോത്രം, നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ ശത്രു തന്റെ പദ്ധതി ഒരുക്കുമ്പോൾ പല ഭവനങ്ങളെയും അതേ കിണിയൊരുക്കി അവൻ കാത്തിരിക്കുകയാണ്, വല വെച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്താൻ. കൊടുക്കരുത്. പ്രാർത്ഥനാ മുറിക്കകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എന്റെ സമാധാനം നഷ്ടപ്പെടരുത്. എത്ര പ്രതിസന്ധി വന്നാലും, എത്ര തിരമാലകൾ ആഞ്ഞടിച്ചാലും, ജീവിത പടകിൽ എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും എന്റെ ജീവിതത്തിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയാതെ വണ്ണം എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയണം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കൂ. ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മളെപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. എല്ലാ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ദൈവത്തോട് പറയണം: കർത്താവേ, ഇന്ന് എനിക്ക് തന്ന സമാധാനത്തിനായി സ്തോത്രം. പിന്നെ സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ചു തരാൻ
ദൈവത്തിന് പ്രസാദം തോന്നിയില്ലേ പ്രിയരെ? അതെല്ലാം ദൈവം പരിഹരിച്ചു തന്നില്ലേ? രാത്രിയാമത്തിൽ കിടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കി പറയണം, അപ്പാ അങ്ങ് എനിക്ക് തന്ന സമാധാനത്തിനായി സ്തോത്രം, അങ്ങ് എനിക്ക് തന്ന നല്ല ഉറക്കത്തിനായി സ്തോത്രം. ഉറക്കമില്ലാതെ എത്രയോ ആളുകൾ ഭാരപ്പെടുന്നെന്നറിയാമോ? രാത്രി തിരിഞ്ഞും മറഞ്ഞും സമാധാനമില്ലാതെ മക്കളെ കുറിച്ചോർത്ത്, കടഭാരങ്ങളെ ഓർത്ത്, ജീവിതത്തിൽ പോകുന്ന പ്രതിസന്ധിയുടെ വഴിത്താരയിൽ എങ്ങനെ ചുവട് വെക്കുമെന്ന് ചിന്തിച്ച് എത്രയോ പേർ അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ നേരത്ത് ദൈവം നമുക്ക് നല്ല ഉറക്കം തരുന്നെങ്കിൽ അതിന്റെ പേരാ ദൈവം നമുക്ക് തരുന്ന സമാധാനം എന്ന് പറയുന്നത്. സമാധാനം ദൈവം തരാതെ മറ്റാർക്കും നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ പോവുക. ഒരു വാക്യോടെ വായിച്ചിട്ട് റോമാലേഖനം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്തോണം. റോമാലേഖനം 12:18 ഇങ്ങനെ വായിക്കുന്നത്, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും നിങ്ങൾ സമാധാനമുള്ളവരായിരിപ്പിൻ. കഴിയുമെങ്കിൽ, ആ വചനം എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? സാധ്യത കുറവാണ് അല്ലെ? സാധ്യത കുറവാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭവനത്തിലുള്ളവരുമായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവുമായി സമാധാനത്തിലാണ്, മക്കളുമായി സമാധാനത്തിലാണ്. അടുത്ത തലം എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുമായിട്ടാണ്. മാതാപിതാക്കളുമായി. അടുത്തത് ചാർച്ചക്കാര്, കുടുംബക്കാരുമായി. അടുത്തത് അയൽ ഭവനങ്ങളുമായി, ആ സഭാ വിശ്വാസികളുമായി, സഭാ പാസ്റ്ററുമായിട്ട്. സ്തോത്രം. സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. സ്തോത്രം. അങ്ങനെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വചന കേൾവിയിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ആരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുവോ അത് നിങ്ങൾ വിതയ്ക്കുന്നത് സമാധാനക്കേടാണെങ്കിൽ ജീവിതത്തിൽ അത് തന്നെ വിതച്ച് സ്തോത്രം. നേരത്തെ വായിച്ച വാക്യം ഏതാണെന്നറിയാവോ? സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. സമാധാനം വിതച്ചാണ് സമാധാനം കൊയ്യേണ്ടത്. നമ്മൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നവരായി മാറരുത്, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണം, അല്ലേ? സ്തോത്രം. നമുക്കറിയാം, ഇപ്പൊ ആൾക്കൂട്ട ആക്രമണങ്ങളൊക്കെ കൂടി വരിക. കേരളത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും ചിലയിടത്തൊക്കെ ഉണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ. ഞാൻ ചോദിക്കട്ടെ, അവനെ അവസാനം തല്ലിയ ആൾക്ക്, ഒരാളെ അവസാനം തല്ലിയ ആരോട്, നീ എന്തിനാണ് അവനെ തല്ലിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാരും തല്ലുന്നത് കണ്ട് ഞാനും എന്ത് ചെയ്തു? തല്ലി. കണ്ടില്ലേ? എന്താ ചെയ്യുന്നേ? എല്ലാരും തല്ലുന്നത് കണ്ട് ഞാനും തല്ലി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കും, അവൻ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. നാളെ അവന്റെ സമാധാനം നഷ്ടപ്പെടാൻ ഇതൊരു കാരണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, തല്ലുക മാത്രമല്ല, ഒരാളെ കുറിച്ച് ഞാന് ശുശ്രൂഷിക്കാൻ പോകുന്നിടത്തും അതുപോലെ ഞാൻ ദൈവസഭയിലും ഞാൻ വളരെ ശാസനാരൂപത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സ്തോത്രം, മറ്റുള്ളവരുടെ കാര്യത്തിൽ, പരകാര്യത്തിൽ ഇടപെട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. നമ്മളെ ദൈവം അതിനെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മറ്റുള്ളവന്റെ കുറ്റം നമ്മുടെ വീട്ടിൽ പറയരുത്, മറ്റുള്ളവന്റെ കുറവുകൾ നമ്മുടെ ഭവനത്തിൽ പറയരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതാണ് കേട്ട് വളരുന്നത്. മാതാപിതാക്കളുടെ അതരത്തിൽ നിന്ന് പൊഴിയുന്ന വാക്കുകൾ മറ്റുള്ളവനെ കുറിച്ച്, ജോലി സ്ഥലത്തുള്ളവരെ കുറിച്ച്, അയൽവക്കക്കാരെ കുറിച്ച്, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പം മനസ്സിലാക്കണം, നമ്മൾ അറിയാതെ അസമാധാനം വിതയ്ക്കുകയാണ്. അവിടെ കൊയ്യുന്നതും അത് തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനമുള്ളവരായിരിക്കണം. കണ്ടില്ലേ, നമുക്ക് ദേഷ്യപ്പെടാൻ കാരണങ്ങൾ ഉണ്ടാകാം പ്രിയരെ. അയൽവക്കക്കാരോട് ദേഷ്യപ്പെടാൻ കാരണങ്ങൾ ഉണ്ടാകാം, അല്ലേ? ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ കാരണങ്ങൾ ഉണ്ടാകാം, ഭാര്യയോട് ദേഷ്യപ്പെടാൻ കാരണങ്ങൾ ഉണ്ടാകാം, മക്കളോട് ദേഷ്യപ്പെടാൻ കാരണമുണ്ടാകും. പക്ഷേ അതിനെ കണ്ട് സമാധാനം എന്നുള്ള ആ വാക്ക് മുൻനിർത്തി അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി വേണം അതിനെ നേരിടുവാൻ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് അടിപൊളി മെസ്സേജുകളൊക്കെയാ വേണ്ടത്, പക്ഷേ ഞാൻ ഒരിടത്തും ഇതൊട്ട് കൊടുക്കാറുമില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നേരെയാകേണ്ടതിന്, നമ്മളൊന്ന് ക്രമീകരിക്കപ്പെടേണ്ടതിന്, നമ്മളൊന്ന് മടങ്ങി വരേണ്ടതിനുള്ള ദൂതുകൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം നമ്മൾ തന്നെയാ. നമ്മുടെ അതരത്തിൽ നിന്ന് പൊഴിയുന്ന വാക്കുകൾ അത് സമാധാനത്തിന്
ദൈവത്തിൻ്റെതല്ലെങ്കിൽ നാം വിതയ്ക്കുന്നത് അസമാധാനമാണെങ്കിൽ അത് തന്നെ നാം കൊയ്തെടുക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇനി ഒരാളിൽ കുറ്റമുണ്ടെങ്കിലും പ്രിയരെ, നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുക. അവരെ കുറ്റം പറയാൻ, അവരെ ആക്ഷേപിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പാപത്തോട് കോംപ്രമൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. തെറ്റ് കണ്ടാൽ അത് പറയാതിരിക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തെ ബാധിക്കുമാറ് നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്? ആമേൻ. ഇടപെടാതിരിക്കുക. ഇടപെടുകയാണെങ്കിൽ സമാധാനം വിതയ്ക്കുക. സ്തോത്രം. രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, എനിക്ക് മറ്റുള്ളവരോടൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെയും തീർക്കാൻ വേണ്ടിയായിരിക്കണം എന്റെ ഇടപെടൽ, എന്റെ വാക്കുകൾ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഞാൻ സമാധാനം വിതയ്ക്കുകയാണ്. ആമേ. സമാധാനം ഞാൻ വിതയ്ക്കുമ്പോൾ നീതി എന്ന ഫലം ഞാൻ കൊയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാനം, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നാം എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ ഒരു വാക്കോടെ പറഞ്ഞ ആ വാക്യം അവസാനിപ്പിക്കുകയാ. ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ എന്തൊക്കെയാ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. കണ്ടില്ലേ? ആമേൻ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സമാധാനം വിതച്ച്, ആമേ, സ്തോത്രം, നീതി എന്ന ഫലം കൊയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം. അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 10-11 വാക്യങ്ങൾ വായിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഓക്കെ, മതി. ഓക്കെ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം കൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. സ്തോത്രം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പല വിഷയങ്ങളിൽ ഇടപെട്ട് വരാൻ നേരത്ത് എല്ലാവർക്കും പ്രതിഫലം വേണം, പക്ഷെ ഉപദ്രവം ഏൽക്കാൻ മനസ്സില്ല, അല്ലേ? നമ്മളെല്ലാവരും ആ കൂട്ടത്തിലാന്ന് തോന്നുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ നിന്ദിക്കപ്പെടാൻ തയ്യാറല്ല. നമ്മൾ പരിഹസിക്കപ്പെടരുത്, നമ്മളെ ആരും കുറ്റം പറയരുത്, നമ്മളെ ആരും വേദനിപ്പിക്കരുത്. സ്തോത്രം. നമ്മൾ ഉപദ്രവിക്കപ്പെടാൻ, ഏൽപ്പിക്കപ്പെടാൻ തയ്യാറല്ല, പക്ഷെ നമുക്ക് പ്രതിഫലം വേണം. ആരെങ്കിലും ഒന്ന് രൂക്ഷമായി നോക്കിയാൽ തന്നെ നമുക്ക് വലിയ വേദനയാ, അല്ലേ? സ്തോത്രം. ഇന്ന് പിന്നെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ആളുകൾ ഇത് മൈൻഡ് ചെയ്യല, പക്ഷെ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ചെറുത് കിട്ടാൻ വേണ്ടി ഇരിക്കുക. നോട്ടത്തിൽ ഒരു പിശക് വന്നാൽ പിന്നെ അതൊരു അസ്വസ്ഥതയാണ്. ആ നോട്ടം പോലും സഹിക്കാൻ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. പക്ഷേ പിതാക്കന്മാരെ എടുത്ത് പഠിച്ചാൽ, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ കടന്നുപോയ സാഹചര്യങ്ങൾ, അവർ അനുഭവിച്ച കഷ്ടതകൾ, അവർ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, അവർ അനുഭവിച്ച വേദനകൾ, ആമേൻ, അവർ തഴയപ്പെട്ടത്, അവർ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങൾ, അവർ നിന്ദിക്കപ്പെട്ട സാഹചര്യങ്ങൾ, പക്ഷെ അതിന്റെ നടുവിൽ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ള കാര്യം എന്നാണെന്നറിയാവോ? ഇതിനേക്കാൾ അപ്പുറമായി ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞതാണ് ഇതിനെല്ലാം കാരണമെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ നാമം ധരിച്ച് അവർ ദൈവത്തെ എന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അശേഷം ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ അടുപ്പിച്ച് വിട്ടയച്ചു. വചനം എങ്ങനെയാ പറയുന്നത്? അവരുടെ മുമ്പിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയത് എങ്ങനെയാ? നാളെ ഞാൻ കാണിച്ചു തരാന്നുള്ള ഭാവത്തോടെ ആയിരുന്നു? അല്ലവേ അല്ല. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോയത് സന്തോഷിച്ചും കൊണ്ട്, എന്ന് പറഞ്ഞാൽ തിരുനാമ നിമിത്തം കഷ്ടമേൽപ്പാൻ അനുവദിക്കപ്പെട്ടത് കൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്ന് പോയി. കണ്ടില്ലേ? ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആര് പ്രതിസന്ധിയിൽ നമ്മെ കൊണ്ടിട്ടാലും, ആമേൻ, നാം കർത്താവിന്റെ നാമനിമിത്തം ഏൽക്കുന്ന ഉപദ്രവത്തിന് പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്.
ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഓക്കെ, ഒന്ന് രണ്ട് വാക്യങ്ങളുടെ വായിച്ചിട്ട് നമുക്ക് ആ വചനത്തിലേക്ക് വരാം. 1 പത്രോസ് 2:19 വായിക്കാമോ? മറ്റൊരാൾ 4:15 എടുത്തു വെക്കണം. വേറൊരാൾ മത്തായി 5:38 എടുത്തു വെക്കണം. കഴിയുമെങ്കിൽ വായിച്ചാലും വേഗത്തിൽ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ആ, വായിച്ചോളൂ. അതിന്റെ താഴേക്കാണ് പക്ഷെ നിങ്ങൾ ആ, കുറ്റം വായിച്ചോളൂ, ചെയ്ത് വായിച്ചോളൂ. കൊള്ളുന്നത് ആ. സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ പറയുന്നത്, അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? ഒരുത്തൻ എന്നെ അടിക്കാൻ വേണ്ടി എന്റെ അധരത്തിൽ നിന്ന് വന്ന വാക്ക് നിമിത്തം എന്നെ അടിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അടി കൊണ്ടു. വചനം പറയുന്നത് കുറ്റം ചെയ്തിട്ട് ഇവിടെ എങ്ങനെയാ പറയുന്നത്? കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? പക്ഷെ എന്താ വേണ്ടത്? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അപ്പോൾ ഇവിടെ ഇതാണ് വായിക്കുന്നത്, നീതി നിമിത്തം നമ്മൾ എന്ത് ചെയ്യണം? ഉപദ്രവിക്കപ്പെടണം, ഒറ്റപ്പെടണം, നിന്ദിക്കപ്പെടണം. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ പേരിൽ അയൽ ഭവനങ്ങൾ അവരെ കൈവിട്ടു, അല്ലേ? കടകളിൽ പോയി പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ അവരവിടെ ഒറ്റപ്പെടുത്തി. റേഷൻ കടകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒറ്റപ്പെടുത്തി. വേണ്ടപ്പെട്ടവരുടെ വിവാഹങ്ങൾക്കോ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾക്കോ അന്ന് നമ്മുടെ പിതാക്കന്മാരെ അവർ വിളിച്ചിരുന്നില്ല. ഇനി വിളിച്ചാൽ തന്നെ ഈ കാതിലും കഴുത്തിലും ഇല്ലാത്തവരായതുകൊണ്ട് അവരുടെ മുമ്പിലും ആ കാലഘട്ടത്തിൽ അവർ പരിഹസിക്കപ്പെട്ടു. പക്ഷെ അവരുടെ അകത്ത് വീണ തീ, അവരുടെ അകത്ത് വീണ ദൈവ സാന്നിധ്യം അവരെ സന്തോഷമുള്ളവരാക്കി മാറ്റി. തിരുനാമത്തിനു വേണ്ടി ഇനിയും ഞാൻ സഹിക്കാൻ തയ്യാറാണെന്ന് അവരുടെ ജീവിതത്തിലൂടെ അവർ തെളിയിച്ചെടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീതി നിമിത്തം അവർ ഉപദ്രവിക്കപ്പെടുകയാണ്. സ്തോത്രം. 4:15-16 ഒന്ന് എടുത്തേ, വായിച്ചേ. 1 പത്രോസ് 4:14-15. ക്രിസ്തുവിന്റെ നാമമായി ഇന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ പോരാട്ടമുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ, അതിനർത്ഥം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന. നിങ്ങൾക്ക് ജീവിതത്തിൽ പോരാട്ടമില്ല, പ്രതിസന്ധിയില്ല. പലരും പറയുന്നു ഇപ്പൊ ഒരു പ്രതിസന്ധിയില്ല, ജീവിതത്തിൽ ഞങ്ങൾ നല്ല നിലയിൽ പോകുന്നു, കാശിന് കാശുണ്ട്, സമാധാനത്തിന് സമാധാനമുണ്ട്, ആമേ, ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. ഇങ്ങനെ അധിക കാലം നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം ആമേൻ ദൈവരാജ്യത്തിന് നിങ്ങളെ ആവശ്യമില്ല. സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്ന ഏതൊരു കഷ്ടവും, ഏതൊരു വേദനകളും, ഏതൊരു ഒറ്റപ്പെടലുകളും, ഏതൊരു സാഹചര്യവും തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരും. കർത്താവ് പറഞ്ഞത് ഇതേപോലെയാ, ഞാൻ ഇടുക്കുവാതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അകത്ത് കടണം. നിങ്ങളും എന്ത് ചെയ്യണം? ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഇതിനു മുൻപ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിന്ന സഹിക്കുന്നത്. കർത്താവ് നമ്മുടെ അകത്തുണ്ടെന്നതുള്ളതിന്റെ തെളിവാണ് പരിഹാസം ഉണ്ടാകുന്നത്, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്നത്. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നില്ലേ? നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പലരും പറയുന്നില്ലേ? നിങ്ങൾ ഇടപെടാത്ത കാര്യങ്ങൾ ഇടപെട്ടു എന്ന് നിങ്ങളെ കുറിച്ച് പലരും പരദൂഷണം പറഞ്ഞില്ലേ?
പക്ഷെ അതിന്റെ നടുവിലും ആമേൻ ഇതെല്ലാം അറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അന്ന് നിനക്ക് പിടിച്ചു നിൽക്കാൻ കൃപ നൽകിയ ദൈവം അന്ത്യത്തോളം നിന്നെ നിർത്താൻ ശക്തനാ. സ്തോത്രം. അപ്പൊ അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വടിയും വാളൊന്നും എടുക്കാൻ പോകരുത്. ഇന്ന് നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പമാണ് അല്ലേ? നോർത്ത് ഇന്ത്യയിലൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ നേരത്ത് എത്ര കഷ്ടതയിലൂടെ അവർ കടന്നു പോകുന്നത്. അവർ കർത്താവിന്റെ വചനം പ്രതി അവർ ദിനം പ്രതി അവരുടെ സമാധാനം നഷ്ടപ്പെടുമ്പോഴും ക്രിസ്തുവിലുള്ള സമാധാനം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൺമുമ്പിലിട്ട് മക്കളെ ആക്രമിക്കുമ്പോ, മക്കളുടെ കൺമുമ്പിലിട്ട് മാതാപിതാക്കളെ വല്ലാത്ത നിലയിൽ ക്രൂരമായ പീഡനത്തിന് വിധേയരാക്കുമ്പോ മറന്നു പോകരുത് പ്രിയരെ, അവരുടെ അകത്തളത്തിൽ വെളിപ്പെടുന്ന ഒരു സന്തോഷമുണ്ട്. ആമേൻ. അത് ഇവിടെ നിന്ന് കിട്ടുന്നതല്ല. ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവം അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ കൊടുക്കുന്ന സന്തോഷമാ. ആ സന്തോഷത്തിന്റെ പ്രത്യേകത, ആ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അതിനെ സഹിക്കാനുള്ള കൃപ അവർക്ക് നൽകുകയാണ്. സ്തോത്രം. പക്ഷെ ഇന്നത്തെ കാലത്ത് കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മളെ നോക്കി പീഡിപ്പിച്ചാൽ നമ്മളും എന്ത് ചെയ്യും? അങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ വായിച്ച വാക്യം പോലെ ആമേൻ സ്തോത്രം, ക്രിസ്തുവിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടോ എന്ന്. സ്തോത്രം. വചനത്തിന് മാറ്റം വന്നിട്ടില്ല. നമ്മുടെ പിതാക്കന്മാര് ഉള്ള കാലത്ത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടണം. അതിൽ മാറ്റം വന്നിട്ടില്ല. അന്ന് നമ്മുടെ പിതാക്കന്മാർ ക്ഷമിച്ചതുപോലെ, അന്ന് നമ്മുടെ പിതാക്കന്മാർ അതിനെ ജയിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും നമുക്ക് ജയിക്കാൻ കഴിയണം. എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ഇതൊക്കെ സഹിക്കാൻ തയ്യാറാകാത്തത് എന്താണെന്നറിയാവോ? നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡിൽ എത്തി എന്നുള്ള നമ്മുടെ അബദ്ധധാരണയാ. സ്തോത്രം. നമുക്ക് നല്ല ഡ്രസ് ഇല്ലാതിരുന്ന സമയം, നല്ല വീടില്ലാത്ത സമയം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാതിരുന്ന സമയം, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷെ ഇന്ന് സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിൽ അതിനർത്ഥം എന്നാണെന്നറിയാവോ? നമ്മുടെ അവസ്ഥകൾക്കൊക്കെ ദൈവം വ്യത്യാസം വരുത്തി എന്നുള്ളതാ പ്രിയരെ. ഞാൻ പരിശുദ്ധാത്മാവിൽ തന്നെയാണ് സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ആമീൻ ഇടാൻ നല്ല ഡ്രസ്സ് തന്നു, കഴിക്കാൻ നല്ല ഭക്ഷണം തന്നു, നല്ല ഭവനം തന്നു, ആമീൻ വാഹനങ്ങൾ തന്നു. വാഹനമല്ല, വാഹനങ്ങൾ തന്നു. 2 വാഹനത്തിൽ കുറവുള്ള ഏത് വീടാ ഉള്ളത്? പക്ഷെ ഇന്ന് നിന്ന് സഹിക്കാൻ തയ്യാറല്ല. മറന്നു പോകരുത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ആമീൻ നിങ്ങൾ നിന്ന സഹിക്കുക തന്നെ വേണം. അത് ദൈവം അനുവദിച്ചതാണെങ്കിൽ ദൈവം അതിന് നീക്കുപോക്കുണ്ടാക്കും. പ്രിയമുള്ളവരെ, ആമീൻ സ്തോത്രം. ആമീൻ. ചിലരൊക്കെ ഇപ്പൊ പറയാറുണ്ട്, അതൊക്കെ പണ്ടായിരുന്നു പാസ്റ്ററെ. ആ പണ്ടത്തെ ദൈവമല്ല ഇപ്പോഴത്തെ ദൈവം, പണ്ടത്തെ വചനമല്ല ഇപ്പോഴത്തെ വചനം. സ്തോത്രം. അന്ന് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ, ആമേൻ സ്തോത്രം, ആമേൻ, ആ പാട്ടുകാരൻ പാടിയതുപോലെ, ആമേൻ സ്തോത്രം, എന്താ പാടിയത്? കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് ഞാൻ എന്ത് ചെയ്യാണ്? കൂട്ടാളിയായി തീരുകയാണ്. കണ്ടില്ലേ? ആമേൻ സ്തോത്രം. എന്നിട്ട് പാട്ടുകാരൻ ഇങ്ങനെ പറയാണ്, ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ ദാതൻ ചെയ്യുകയില്ല. അതൊക്കെ പാടി കരയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് ഏകാന്തതയുടെ നടുവിൽ ആമേൻ ദൈവത്തോട് പറയണം, കഷ്ടനഷ്ടമേറി വന്നാൽ ഞാൻ ഭാഗ്യവാനായി തീരുകയാണ്. അതെന്റെ പിതാക്കന്മാരുടെ കാലത്ത് അവർ അനുഭവത്തിലൂടെ എഴുതി, ഈ ജീവിതത്തിൽ അനുഭവമാക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പാടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ സൺഡേയിൽ ഇവിടെ പാടിയത് ഇങ്ങനെയാണ്. ദൈവാത്മാവ് പെട്ടെന്ന് നിയോഗം തന്നുകൊണ്ട് അതിന്റെ തുടക്കം എനിക്കറിയില്ല. ഞാനൊരു കുറിപ്പ് കൊടുത്തു വിട്ടു നമ്മുടെ വിശ്വാസികൾ ഇതിന്റെ തുടക്കം ഏതാണെന്ന്. പിള്ളേര് കൊണ്ടുപോയി കുറിപ്പ് തന്നു, ഇത് ദുഃഖത്തിന്റെ പാനപാത്രത്തിൽ ഉള്ളതാണ് ആ പാട്ടിന്റെ വരികൾ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പാടിയതറിയാം. പക്ഷേ ആമേൻ, ഭക്തന്മാരാം സഹോദരർ
വിളക്കുപോൽ കൂടെയുണ്ട് എന്ന് പറയുന്ന പാട്ടൊക്കെ പാടി ആത്മാവിലൊന്ന് ജാഗരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സമാധാനം ഉണ്ടല്ലോ, ആമേൻ, അതൊരു പ്രത്യേക സമാധാനമാണ്. ആമേൻ, ചില വരികളൊക്കെ നമ്മളെ കരയിപ്പിക്കും, ചില വരികളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കും, ചില വരികളൊക്കെ ദൈവത്തോട് ഒന്നോടെ ആഴമായ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഭക്തന്മാർ തങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, ആമേൻ, ആ അനുഭവത്തിന്റെ യാതൊരു മണവും കൂടാതെ എഴുതപ്പെട്ട പാട്ടുകൾ ഈ കാലഘട്ടത്തിൽ പാടി ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് നമുക്ക് കഷ്ടം വേണ്ട, പ്രതിഫലം വേണം. അതാ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ പിതാക്കന്മാർക്ക് കഷ്ടമുണ്ട്, പ്രതിഫലമുണ്ട്. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ രാജ്യത്ത് ഒത്തിരി ആളുകൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യിലിരിപ്പ് ശരിയല്ലാതെ തല്ലുകൊണ്ടാൽ കർത്താവ് ഉത്തരവാദിയല്ല കേട്ടോ. ഹലോ, ചില കവലകളിലെല്ലാം ചെന്ന് നിന്ന് നമ്മുടെ കർത്താവിനെ ഉയർത്തിയാൽ പോരെ? അത് ശരിയല്ലെന്ന് നമ്മൾ പറയണോ? ഹലോ, അത് ശരിയല്ലെന്ന് നമ്മൾ പറയണോ? വേണ്ടല്ലോ. നമ്മുടെ കർത്താവിനെ നമ്മൾ ഉയർത്തുമ്പോൾ അത് സത്യമാ, അത് ശരിയല്ലെന്ന് നമ്മൾ, അങ്ങനെ ഒത്തിരി അബദ്ധങ്ങളൊക്കെ ആമേ സംഭവിച്ചിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. നമ്മുടെ ആളുകൾക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ഒരു പട്ടണത്തിൽ നിങ്ങൾ പോകാൻ നേരത്ത് ആ പട്ടണം നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ, അവർക്കിട്ട് രണ്ട് പൊട്ടിച്ച് അവിടെ സുവിശേഷം അറിയിക്കണമെന്നാണോ കർത്താവ് പറഞ്ഞ്? അവരെ എതിർത്ത് അവിടെ വചനം വിതയ്ക്കണമെന്നാണോ പറഞ്ഞ്? ആണോ പറഞ്ഞ്? ഞങ്ങൾക്ക് ഇവിടെ സുവിശേഷം ആവശ്യമില്ല എന്ന് ഒരു പട്ടണം പറഞ്ഞാൽ, ഒരു ദേശം പറഞ്ഞാൽ, നിങ്ങളുടെ കാലിലെ പൊടി എന്ത് ചെയ്യുക? എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവം എപ്പോഴെങ്കിലും അങ്ങോട്ട് അയക്കാനുള്ള സാഹചര്യം ദൈവം ഒരുക്കും. പക്ഷെ നമ്മുടെ ചില ആളുകൾ ചെയ്യുന്ന എന്നാണെന്നറിയാവോ? ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ ഞങ്ങൾക്ക് എന്തുണ്ട്? അവകാശങ്ങളുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തല്ല് മേടിച്ചു കൂട്ടി അവസാനം നീതി നിമിത്തം എന്ത് ചെയ്യാണ്? ഉപദ്രവിക്കപ്പെടുക. പക്ഷെ ഇതുമായിട്ട് കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് സമ്മതിക്കുവോ? സ്തോത്രം. നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാതെ അടി കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മൾ അടി കൊണ്ടാൽ അതിന് എന്ത് യശസ്സുള്ളൂ? അതാ വചനം വായിച്ചത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാകണം? അടി കിട്ടണം. നമ്മെ നിന്നാവാക്കുകൾ പറയണം. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഒരു ദൂതായിട്ട് ഏറ്റെടുത്തോ? നിങ്ങളെ കുറിച്ച് ഇല്ലാവചനം മറ്റുള്ളവർ പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ഇല്ലാവചനം മറ്റുള്ളവർ പറഞ്ഞെന്നിരിക്കട്ടെ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിങ്ങൾ ചെയ്യാത്ത കുറ്റം, നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ തെളിവെന്ന പോലെ പറയുമ്പം നിങ്ങൾ ആമേ സ്തോത്രം മടുത്തു പോകരുത്. നിങ്ങൾ ആ നാമം ധരിച്ച് ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരാതാ ചെയ്തത്. ഞാനിങ്ങനെ ചിന്തിക്കുക, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒത്തിരി പേര് നമ്മുടെ ഭാരതത്തിലുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. ആമേ സ്തോത്രം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒത്തിരി പേര് കൊറിയയിലുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ആമേൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രതിഫലം, ഇതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എന്തോ പറയുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കുന്ന ഭാഗ്യവാന്മാർ, അവരുടെ പ്രതിഫലം വലുതാകൊണ്ട്. ഞാൻ ഒരു കാര്യം കേരളക്കരയിലുള്ളവരോട് പറയുക. സ്തോത്രം. ഇവിടെ ഒരു ജാഥ വെച്ചാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അവരുടെ നേതാക്കന്മാരായിരിക്കും അല്ലെ? ഹലോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചിലർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. ഒരു ജാഥ വെച്ചാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അവരുടെ നേതാക്കന്മാരായിരിക്കും. അത് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരായിരിക്കും അതിന്റെ പുറകിൽ ഇങ്ങനെ വരിക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സ്വർഗരാജ്യത്തിൽ അങ്ങനെ ഒരു ജാഥ ഉണ്ടെങ്കിൽ, ജാഥ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. സ്തോത്രം. ഏറ്റവും മുമ്പില് നിൽക്കുന്നവരാരായിരിക്കും? ഞാൻ വിശ്വസിക്കുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ, കർത്താവിന് വേണ്ടി സഹിച്ചവർ. സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം നീതി നിമിത്തമാണ് താൻ ഉപദ്രവിക്കപ്പെടുന്നത്. സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ
ഇന്നത്തെ തലമുറ പറയാം അതിന് പാസ്റ്ററെ സ്വർഗത്തിൽ പോയിട്ട് വേണ്ടേ പിന്നെയല്ലേ ആഗ്രഹം. അങ്ങനെയല്ല, ഇനി അബദ്ധം കൊണ്ട് പോയെന്നിരിക്കട്ടെ, അങ്ങനെ അങ്ങ് പറയാം. ഈ ഈ SLCക്ക് 110 മാർക്ക് മുമ്പ് പഠിച്ചവർക്കെല്ലാം അറിയാം. 110 മാർക്ക് അല്ലെ, 150 കിട്ടിയാ പോയി. 110 കറക്റ്റ്, 109.5 കിട്ടുവാൻ അരമാർക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യും, 110 ജസ്റ്റ് പാസ്. ഇങ്ങനെ പോയെന്നിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആദ്യം ആരോട് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുക? 1-2 പേർക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് പറയാനുള്ള അവസരമുണ്ട്. ആഗ്രഹത്തോടെ വാഞ്ചിയോടെ ആയിരിക്കുന്ന തോറ്റവരോട് സംസാരിക്കാനായിരിക്കും. ആരോടാ? തോറ്റവരോട് സംസാരിക്കാൻ. തോറ്റവരോടോ? 210 അയ്യോ മേടിച്ചോ? എനിക്ക് 210 മേടിച്ചോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അതല്ല ഞാൻ ചോദിച്ചത്. ഏത് വ്യക്തിയോടായിരിക്കും നിങ്ങൾക്ക്, അവർ എന്നുള്ളത് ബഹുവചനം വിട്, ഏത് വ്യക്തിയോട് സംസാരിക്കാനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? കർത്താവിനോട്. അത് പിന്നെ എല്ലാരും പറയുന്ന വാക്ക്, അത് അടുത്ത പറ. എനിക്ക് ഹാനോക്കിനോട് ആദ്യം ചോദിക്കണം. ആ, നമ്മുടെ ജിസി ആന്റി പറഞ്ഞത് ഹാനോക്കിനെ ആദ്യം ഒന്ന് എന്ത് ചെയ്യണം, കാണണമെന്നാ പറയുന്നത്. സിബി ആന്റി എന്താ പറയുന്നത്? അതിൽ പേര് ഡിവൈസിൽ എഴുതിയ പേരാ ഞാൻ വായിക്കുന്നത് കേട്ടോ. വത്സ ആന്റി എന്ത് പറയുന്നു? വത്സല ആന്റി എന്താ പറയുന്നത്? വത്സല ആന്റി പോയോ? എന്റെ വല്യപ്പച്ചനോടായിരിക്കും എനിക്ക് ആദ്യം സംസാരിക്കേണ്ടത്. ഓക്കെ. വല്യപ്പച്ചൻ വിശ്വാസിയായിരുന്നല്ലോ അല്ലെ? ഉപദേശിയായിരുന്നു. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, ഇനി ആരും പറയണ്ട, ഏകദേശം. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ആരോട്, ഇനി ഞാൻ ഇത് ചോദിക്കുകയല്ല കേട്ടോ, ഇനി അത് ചിന്തിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കയറണ്ട. സ്തോത്രം, ആമേൻ, സ്തോത്രം. അപ്പൊ നമുക്കെല്ലാം ഓരോ ഇഷ്ടങ്ങളാണ്. എന്താ നമ്മൾ അങ്ങനെ ആകാൻ കാരണം? എന്തുകൊണ്ടാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സംസാരിക്കാനുള്ളത് പൗലോസിനോടാ. കാരണം പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഒറ്റപ്പെടലുകളും നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി പേരെ കാണാൻ ആഗ്രഹമുണ്ട്. അബ്രഹാം പിതാവിനെ കാണണം, ഇസഹാക്കിനെ ഒന്ന് കാണണം, യോസേഫിനെയൊക്കെ ഒന്ന് കാണണം, യോസേഫിനെ കാണണം. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശിഷ്യന്മാരെയൊക്കെ, പത്രോസിനെയൊക്കെ ഒന്ന് കാണണം, പുള്ളി എങ്ങനെ ഇരിക്കുന്നത് നോക്കട്ടെ. സ്തോത്രം. അവിടെ എല്ലാം ഇരിക്കുന്ന എല്ലാം ഒരുപോലെ ഏകദേശം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് പോട്ടെ. സ്തോത്രം. അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും. സ്തോത്രം. കാരണം പത്രോസിനോട് ചോദിക്കാം, പത്രോസേ പൗലോസേ എങ്ങനാ ഇതൊക്കെ സഹിച്ചേ? പൗലോസ് അന്ന് ലേഖനത്തിൽ എഴുതിയതുപോലെ അന്നും എന്നോട് പറയുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. ഇത് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. സ്തോത്രം. അപ്പൊ ഞാനൊരു കാര്യം പറയാം, മരണത്തെ ഭയക്കാത്ത ഒരു ഭക്തനോട് പിന്നെ പിശാച് എന്ത് ചെയ്യാനാ? കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന മരണത്തെയാ. അതിനെ നമുക്ക് ഭയമില്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കാൻ എനിക്ക് തയ്യാറാ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിനപ്പുറം പിശാചിന് എന്തെങ്കിലും നമ്മളോട് ചെയ്യാനുണ്ടോ? സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു നിമിത്തം അവർ അനുഭവിച്ച കഷ്ടതകളും വേദനകളും അസ്വസ്ഥതകളും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാ? ഞാനിപ്പോ ജിസി ചേച്ചി പറഞ്ഞു എനിക്ക് ഹാനോക്കിനെ കാണണം, വേറൊരു ആന്റി പറഞ്ഞു എനിക്ക് എന്റെ വല്യപ്പച്ചനെ കാണണം, അദ്ദേഹം ഒരു ഉപദേശിയായിരുന്നു. അപ്പോ ഇത് പലരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ആഗ്രഹം ഉണ്ടാകും, എനിക്ക് അബ്രഹാമിനെ കാണണം, എനിക്ക് പത്രോസിനെ കാണണം, എനിക്ക് ബർത്തിമായി ഒന്ന് കാണണം. ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എങ്ങനെയാണെന്നറിയാവോ? ആരാണ് മുമ്പിൽ നിൽക്കുക എന്നുള്ളതാ. എന്റെ ചിന്തയനുസരിച്ച്, ഇന്നത്തെ പോക്കനുസരിച്ച് കേരളത്തിനകത്ത് ഒരു പീഡനമില്ല, ഒരു പ്രതിസന്ധിയില്ല. സ്തോത്രം. കർത്താവിന്റെ നാമത്തെ പ്രതി ഒരാൾ രൂക്ഷമായി നോക്കത്തുപോലുമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഈ പത്രോച്ചന്റെയും പൗലോസിന്റെയും അടുത്തെത്തുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഹലോ, ഇതൊക്കെ ഒരു ആലങ്കാരികമായി പറയുന്ന കേട്ടോ, നിങ്ങൾ ചിന്തിക്കരുത് അവിടെ അങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. സ്തോത്രം. ഒരു തലവേദന വന്നാൽ ആരാധന മുടക്കുന്ന നമ്മൾ അവിടെ എങ്ങനാ പത്രോസിനെ കാണുന്നത്? ഹലോ, 10 മണിക്ക് ആരാധന തുടങ്ങുന്ന, എന്നും ഒരു പാട്ട് കഴിഞ്ഞ് ചെല്ലുന്ന നീ എങ്ങനെ അവിടെ പോയി ആരാധിക്കുന്നേ? സ്തോത്രം. ഞായറാഴ്ച സൺഡേ സ്കൂൾ മുടക്കി പിള്ളേരെ ട്യൂഷന് വിടുന്ന നീ എങ്ങനെ അവിടെ പോയി ഈ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കാണും, അബ്രഹാമിനെ കാണും? സ്തോത്രം.
ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ വചനം പറയുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. ആമേൻ. ജസ്റ്റ് പാസ് പോരാ, നമുക്ക് അവിടെ ഒരു ഫ്രീഡം വേണം. നിത്യ ലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവരുണ്ടെന്നാ വചനം പറയുന്നത്. കർത്താവിന്റെ 2ാം വരവ് പഠിപ്പിക്കുമ്പോൾ ഞാനത് ഞാൻ സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ നമ്മൾ നിത്യ ലജ്ജയ്ക്ക് വേണ്ടി ജസ്റ്റ് പാസ് ഉള്ളവരല്ല പ്രിയരെ. നമ്മൾ കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് അവർ നീതി നിമിത്തം നമ്മൾ എന്തിനു ഉപദ്രവിക്കപ്പെടണം. കുടുംബക്കാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ, ബന്ധുമിത്രാദികളുടെ നടുവിൽ നീ പരിഹസിക്കപ്പെടുന്നെങ്കിൽ, ക്രിസ്തു നിമിത്തം നിന്നെ ആരെങ്കിലും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു നിമിത്തം സ്തോത്രം നിന്റെ അതിര് മറ്റുള്ളവർ മാന്തിയെങ്കിൽ, 5 സെന്റ് മാന്തി 10 സെന്റ് മാന്തി എടുക്കാനല്ല ദൈവം അതങ്ങ് വിട്ടുകൊടുക്കാനാ പറഞ്ഞത്. സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? വിട്ടുപോയി. സോ ഞാൻ ഇതിപ്പോ ഇത്രയും പറയുന്നെങ്കിൽ നമ്മൾ ഉപദേശത്തിലേക്ക് വരുമ്പോൾ എത്ര പേരുണ്ട് ഈ സൂമിൽ? 31 പേരുണ്ട്. ഞാൻ ഈ ഉപദേശത്തിലേക്ക് വരും, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. സഹോദരനെ നിസ്സാര എന്ന് പറയരുത്. സ്തോത്രം. അതിന്റെ താഴേക്ക് യാഗം അർപ്പിക്കാൻ പോകുമ്പം എന്ത് ചെയ്യരുത്? സ്തോത്രം. ഈ കാര്യമൊക്കെ പഠിപ്പിക്കുമ്പോ എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ക്ലാസ് കേട്ടാൽ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് ഓർമ്മ വരണം. നമുക്കതിനെ ജയിക്കാൻ, തരണം ചെയ്യുവാൻ ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് എപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഞാനും ഒരു പരിധി വരെ ഈ വചനം എന്നെ ദൈവത്തിങ്കിലേക്കും നിത്യതയിലേക്കും സ്തോത്രം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒത്തിരി അനുഭവങ്ങൾ ദൈവം എനിക്ക് നൽകി തരുന്നുണ്ട്. കാരണം മറ്റുള്ളതെല്ലാം ഞാൻ വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. സ്തോത്രം. ഞാനിപ്പോൾ കിട്ടുന്ന സമയമെല്ലാം ഞാനിങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ ഞാനിങ്ങനെ വചനം എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇനി പുതിയ ബൈബിൾ എഴുതുവാണോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. എനിക്കൊരു എന്താ പറയുക, ഒരു ആത്മഭാരം ഉണ്ടായി. ബൈബിൾ എന്ത് ചെയ്യുക, വേറെ ഒരു പുസ്തകത്തില് ഞാൻ A4 പേപ്പർ ഇങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. കാര്യം എന്നാന്നറിയാം, വേറെ ഒന്നുമല്ല. ഈ വചനം എഴുതുമ്പോൾ ഒന്നോടെ എന്റെ അകത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഈ വചനം ഒന്ന് എന്ത് ചെയ്യണം, ആകമാനം ഒന്ന് പഠിക്കണം. അല്ലെങ്കിൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല, സ്തോത്രം, വിമർശിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല, എന്റെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് ഈ വചനത്തിനകത്തുണ്ട്. അത് ഞാൻ ഒത്തിരി വായിച്ചു, എന്നിട്ടും കിട്ടാത്തത് ഞാൻ എഴുതുമ്പം വായിക്കുമ്പോ പെട്ടെന്ന് അങ്ങ് തീരുന്നുണ്ട്. പക്ഷെ എഴുതിപ്പോ എത്ര എഴുതിയിട്ട് അങ്ങ് തീരുന്നില്ല. സ്തോത്രം. ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പുതിയ ബൈബിൾ എഴുതുവാന്നൊന്നും നിങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഈ ബൈബിള് ഞാൻ ഈ പകർത്തി എഴുതാൻ നേരത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ ഒന്നോടെ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിനകത്തേക്ക് വരുന്നുണ്ട്. അതെന്റെ ആത്മാവിന് പുതുജീവനാകുന്നത് കൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരാകണം കേട്ടോ. സ്തോത്രം. മത്തായി സുവിശേഷം 5:38 ഒന്ന് വായിക്കാമോ? മത്തായി 5:38 വേഗത്തിലൊന്ന് വായിച്ച്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പുതിയ നിയമത്തിലാണ് കർത്താവ് പറയുന്നത്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം സ്തോത്രം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, എന്നെ പറഞ്ഞാൽ എനിക്ക് 2 പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ആരാധിക്കാനാ വന്നത്, പക്ഷേ എന്തോ ഒരു കാര്യം ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു. പക്ഷേ ആരാധിക്കാൻ ഇരുന്നിട്ടൊന്നും ഒരു മൂഡ് വരുന്നില്ല ആരാധിക്കാൻ. കാര്യം എന്നാ? എന്നെ പറഞ്ഞതിന് ഞാൻ തിരിച്ചു പറയാത്തതിന്റെ ഒരു അസ്വസ്ഥത മനസ്സിനകത്ത് ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. ഹലോ, ആരാധന കഴിഞ്ഞു, 2 പറഞ്ഞു, എന്നിട്ട് സ്വസ്ഥതയില്ല. ഫോൺ വിളിച്ച് 2ഓടെ എന്ത് ചെയ്യും, പറയും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പഴയ നിയമത്തിന്റെ വ്യവസ്ഥയാണ്. പക്ഷെ പുതിയ നിയമം നമ്മളെ യേശു കർത്താവ് പഠിപ്പിക്കുന്നത്, ഒരു കവളത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കവളും എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, പുതിയ നിയമമാണോ പഴയ നിയമമാണോ ഏറ്റവും റിസ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? പഴയ നിയമമാണോ പുതിയ നിയമമാണോ അനുസരിക്കാൻ നല്ലത്? നിങ്ങൾ പറ. ആരെങ്കിലും അൺമ്യൂട്ട് ആക്കിയിട്ടൊന്ന് പറ, അറിയുന്നവര്. പുതിയ നിയമം. പഴയ നിയമത്തിൽ അപ്പനെ അമ്മയും അല്ലെങ്കിൽ ആ നിലയിൽ അസ്വസ്ഥതപ്പെടുത്തിയാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലേ? സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ
പഴയ നിയമത്തെക്കാൾ ഘനമായ കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ എന്ത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പഴയ നിയമം അനുസരിക്കാനാണ് നമ്മുടെ ആഗ്രഹം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മനസ്സിലായോ? അതെന്ത് നല്ലൊരു ജീവിതമായിരുന്നു നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ പഴയ നിയമത്തിൽ വെളിപ്പെട്ടതാണെങ്കിലും പൂർണ്ണമായും അറിയാതിരുന്ന ചില ആത്മീയ സത്യങ്ങൾ പുതിയ നിയമത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പഴയ നിയമത്തിലുണ്ട്, അത് പുതിയ നിയമത്തിലേക്ക് അതിന്റെ പൊരുളായി വെളിപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. അപ്പം പുതിയ നിയമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പം ഈ ഗിരിപ്രഭാഷണമൊക്കെ നമ്മുടെ അകത്തേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര വചനം കേട്ടാലും പറയും ക്ഷമിക്കണം, സഹിക്കണം, ക്ഷമ പറയണം, താഴ്മയുള്ളവരായിരിക്കണം, സ്നേഹിക്കണം, കരുതണം, ഇതൊക്കെ പറയുമെങ്കിലും എന്നാലും അന്ന് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതാ നമ്മുടെ മനസ്സിനകത്ത് എന്ത് ചെയ്യുക, തികട്ടി വരിക. നമ്മൾ ആരാധിക്കുമ്പം, നമ്മൾ പ്രാർത്ഥിക്കുമ്പം, നമ്മൾ ഉപവസിക്കുമ്പം അവള് പറഞ്ഞതാ നമ്മുടെ ചെവിയില്. പക്ഷെ അത് കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. മനസ്സിലായോ? അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പുതിയ നിയമത്തിൽ ജീവിച്ച് പഴയ നിയമം ആചരിക്കുന്ന കുറെ പേര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ ജീവിച്ച് പുതിയ നിയമം ആചരിക്കുന്നവരെയാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റുമോ? സ്തോത്രം. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഓക്കെ. അപ്പോ തിരിച്ചു ചെയ്യരുത്. കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല. താഴേക്ക് വചനം വായിക്കുന്നു, നിന്റെ ഒരു കവിളിൽ അടിച്ചാൽ അടുത്തതും എന്ത് ചെയ്യണം? യേശു കർത്താവ് പറയുക. സ്തോത്രം. തിരിച്ച് എന്ത് ചെയ്യരുത്? ചെയ്യരുത്. റോമാലേഖനം 12:19 ഒന്ന് വായിക്കാമോ? റോമാലേഖനം 12:19 വേഗത്തിലൊന്ന് വായിച്ച്. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. എന്താ പറയുന്നത്? ഓക്കെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ. നമ്മൾ എന്താ ചെയ്യാന്നറിയാവോ? ഇപ്പൊ നമുക്കൊരാൾ എതിരായെന്നിരിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാത്തൊരു കുറ്റം, ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെയും എന്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നിരിക്കട്ടെ. ഞാന് ആ വിഷമത്തിൽ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറിയിട്ട് ഞാൻ ദൈവത്തോട് പറയാണ്, കർത്താവ് ഈ വിഷയം ഏറ്റെടുക്കണേ, ഞാൻ അറിഞ്ഞ വിഷയമല്ല, ഞാൻ അവരോട് പ്രതികരിക്കാനില്ല, കർത്താവ് എന്നെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ പുറത്തിറങ്ങി കഴിയാൻ നേരത്ത് നമ്മുടെ സ്ഥിതി മാറിയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അതിനു വേണ്ടി അങ്ങ് പ്രതികരിക്കുക. അപ്പൊ കർത്താവിനെ ഏൽപ്പിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? ഏറ്റെടുക്കരുത്. അത് കർത്താവിനെ ഏൽപ്പിച്ചത്, അത് കർത്താവിന്റെ കോടതിയിൽ വിധി വരും വരെയും മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന് ഏൽപ്പിക്കപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, ആമേ, പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുവിൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് താഴേക്ക് പറയുന്നതാ, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. നിങ്ങളൊരു കാര്യം ചെയ്ത്, ശത്രുവിന് വിശക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ പൊന്നു പാസ്റ്ററെ, വേറെ എന്തൊക്കെ വാക്യമുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ പോരെ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കണോ? പ്രിയരെ, ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല, വചനം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന വാക്യം ഏതാ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവൻ. അപ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മെ ഉപദ്രവിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അവൻ നമ്മുടെ ആരാ? സ്തോത്രം. എതിരാളിയാണ് അല്ലേ? സ്തോത്രം. എതിരാളിയാ. ആമേൻ. വചനം പറയുന്നു, അവർക്ക് വിശക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? തിന്നാൻ കൊടുക്കണം. അവർക്ക് ദാഹിക്കുന്നെങ്കിൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിൽ ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടെങ്കിൽ ടൗണിൽ വെച്ച് അവരെ കണ്ടാൽ അവരെ ഹോട്ടലിൽ കയറ്റി നല്ല ഫുഡ് മേടിച്ചു കൊടുക്കണം. ഹലോ, സ്തോത്രം. ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്,
എതിരാളികളെ കുറിച്ചാണോ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. ഇനി ഞാൻ എന്ത് മേടിച്ചു കൊടുക്കും എന്നുള്ളതാ. ഇത് രണ്ടും നിങ്ങൾ ചിന്തിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ എന്ത് ചെയ്യും? കുന്നിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ എതിരാളി എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എതിർപ്പുകളാണ്. പക്ഷെ ഞാൻ അവന് ചിന്തയ്ക്ക് വിരോധമായി എന്റെ പ്രവൃത്തിയിൽ അവന്റെ ചിന്തയ്ക്ക് വിരോധമായുള്ള കാര്യം ഞാൻ ചെയ്യാൻ നേരത്ത് വചനം എന്താ പറയുന്നത് അറിയാവോ? അവന്റെ തലയിൽ എന്ത് ചെയ്യാണ്? തീക്കനൽ. അവനെ വിളിച്ചു കൊണ്ടുപോയി ഒരു ബേക്കറിയിൽ കയറ്റിയിട്ട് നിനക്ക് എന്താ വേണ്ടത് അത് മേടിച്ചു കൊടുത്ത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയാവോ? ഞാൻ ഇത്രയും ക്രൂരമായി ഇവനോട് പെരുമാറിയിട്ടും, ഞാൻ ഇത്രയും ഇവനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടും കണ്ടില്ലേ, ഇവൻ ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരികയാണ്. ഞാൻ ചോദിക്കട്ടെ, നാളെ അവൻ നിന്റെ ശത്രു ആകുമോ ഇല്ലയോ? ഞാൻ വിശ്വസിക്കുന്നു അതുവരെയുള്ള സകല പിണക്കങ്ങളും എതിർപ്പുകളും പ്രതിസന്ധികളും എന്റെ ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മാറ്റപ്പെടുന്നെങ്കിൽ ഞാൻ മാത്രമല്ല, അവനെ കൂടി എനിക്ക് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് ആമേൻ പറയുമെന്ന് അറിയില്ല. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഇത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, അല്ലേ? സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയാവോ? തീക്കനൽ ഉണ്ടാക്കിയിട്ട് കോരിയിടുകയാണ് മറ്റുള്ളവന്റെ തലയിൽ. പക്ഷെ വചനം പറയുന്നത് ശത്രുവിന് വിശക്കുമ്പോൾ ഞാൻ തിന്നാൻ കൊടുക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്താൽ ഞാൻ ചെയ്യുന്നത് തീക്കനൽ അവന്റെ ദേഹത്ത് വാരിയിടുക, തലയിൽ വാരിയിടുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ദൈവവചനത്തിൽ പറയുന്ന പ്രവൃത്തി എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനിത് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് എന്നില്ല, ഇത് മനസ്സിലാകുന്നില്ല. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ പഠന വിധേയമാണെന്ന് തോന്നുന്നു. ശത്രു വീഴുമ്പോൾ എന്ത് ചെയ്യരുത്? സന്തോഷിക്കരുത്. അങ്ങനെ ഒരു വചനമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശത്രു വീഴുമ്പോൾ എന്ത് ചെയ്യരുത്? അവനെ ചൊല്ലി സന്തോഷിക്കരുത്. സന്തോഷിച്ചാലുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? ദൈവത്തിന്റെ കോപം അവങ്കൽ നിന്ന് മാറ്റുവാൻ അത് മതിയെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച വാക്യം ഏതാ? പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവൻ എന്ത് ചെയ്യും? ചെയ്തോളും. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണ്ട, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? എങ്ങനെ? കർത്താവേ അവന്റെ കാലൊടിക്കണ കൈയുടെ. ചിലരൊക്കെ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്നാള് എനിക്കൊരു രസം തോന്നി. ചിലരൊക്കെ അങ്ങനെ പറയുന്ന ഒരു രസം തോന്നാറുണ്ട്. വേറെ ഒന്നുമല്ല, അവര് പറയുന്നത് എങ്ങനെയാണ്? അവൻ എന്നോട് അത്രമാത്രം ചെയ്തുകൊണ്ട് അവനിപ്പൊ സംഭവിച്ചത് എന്താണെന്നറിയാവോ? അങ്ങനത്തെ ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. അത് നമ്മുടെ ചിന്താഗതിയാണ് അവർക്ക് അങ്ങനെ സംഭവിക്കണമെന്ന്. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ദൈവത്തിന്റെ മറ്റെന്തെങ്കിലും പദ്ധതിയാകാം. പക്ഷെ എനിക്കെതിരെ ഒരാൾ നിന്നതുകൊണ്ട് അവനെ അങ്ങനെ ചെയ്യുന്നു എന്ന് നാം പറയരുത്. ഇനി അങ്ങനെ ആയാൽ പോലും നമ്മൾ പറയുന്നത് തെറ്റാ. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, ദൈവത്തിന്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റുവാനിടയാകും. എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, ശത്രു വീഴുമ്പോൾ, അവന് പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അത് ആഘോഷമാക്കി മാറ്റരുത്. അത് ദൈവവചനം പറയുന്ന ഒരു കാര്യമാ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന വേദി അത് സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുവദിച്ചതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്? അതിനെ നമ്മൾ തള്ളിക്കളയരുത്. അതിനെ നാം വെൽക്കം ചെയ്യുവാനിടയായി തീരണം. സ്തോത്രം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ, മനുഷ്യരല്ല എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. എല്ലാവരും മനുഷ്യരായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ പോരായ്മകൾ വരാം, ചിലപ്പോഴൊക്കെ കുറവുകൾ വരാം, ചിലപ്പോൾ വാക്കിലൊക്കെ ചിലപ്പോൾ എന്ത് അസ്വസ്ഥത ഉണ്ടാകും. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യരുത്? മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അത് നമ്മുടെ തന്നെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മൾ മാറ്റരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാ കരുതുന്നത്. ഒരാള് നമുക്കെതിരെ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ ഒഴിവാക്കിയേക്കുക. ഒരിക്കലും അത് നമ്മെ തകർക്കാനുള്ള ഒരു വേദിയായി പിശാച് ഏറ്റെടുക്കാതെ വണ്ണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല, ചിലതൊന്നും കേട്ടില്ല എന്ന് വെച്ചാൽ തീരാവുന്നതേയുള്ളൂ.
നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം. സ്തോത്രം. അപ്പോൾ നീതി നിമിത്തം നമ്മൾ എന്ത് ചെയ്യണം? ഉപദ്രവിക്കപ്പെടണം. സ്തോത്രം. എന്നിട്ട് താഴെ പറയുന്നൊരു വാക്യമുണ്ട്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ എന്ത് ചെയ്യണം? ജയിക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം. എനിക്കെതിരെ നിൽക്കുന്നവന് ഞാൻ ചായ വാങ്ങിക്കൊടുക്കുമ്പോൾ, എനിക്കെതിരെ നിൽക്കുന്നവനോട് ഞാൻ ചിരിക്കുമ്പോൾ, എനിക്കെതിരെ നിൽക്കുന്നവനോട് ഞാൻ ശാന്തമായി ഇടപെടുമ്പോൾ, ആമേൻ, അവിടെ തിന്മയോട് ഞാൻ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുകയാണ്. അവിടെ എനിക്ക് പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? ഞാൻ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ച പ്രതിഫലമുണ്ട്. ഞാൻ ആരോടാണ് ചെയ്തത് അവനെ നേടുന്നതിന്റെ പ്രതിഫലം എനിക്കുണ്ട്. ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുകയാണ്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ എന്ത് ചെയ്യണം? ജയിക്കണം. ചിലരുടെ വാക്കുകളൊക്കെ നമ്മെ അധികമായി കോപിപ്പിക്കാറുണ്ട്. ചില വാക്കുകളൊക്കെ നമ്മളെ പ്രകോപിപ്പിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകാതെ ദൈവം അനുവദിച്ചതാണെന്ന് കരുതിയാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരിടത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു സഭയിൽ, അപ്പൊ ഞാൻ ഒരു ദിവസം മീൻ വാങ്ങാൻ വേണ്ടി ഞാൻ ടൗണിലേക്ക് പോയി. മുൻപ് ശുശ്രൂഷിച്ച ഒരു സഭയിൽ മീൻ വാങ്ങാൻ വേണ്ടി ഞാൻ ടൗണിലേക്ക് പോയി. അപ്പൊ ഞാന് മത്തിയാന്ന് വാങ്ങിയത്. അന്ന് അത് ഉള്ളായിരുന്നു. അത് വാങ്ങി ഒരു കവറിൽ തന്നു. ഞാൻ സ്കൂട്ടിയിലേക്ക് കയറ്റുമ്പോൾ ഞാന് ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഒരു കവറോടെ തരാവോ? കാരണം നമുക്കറിയാം മത്തിയൊക്കെ നല്ല നാറ്റമുള്ള മീനാ. അതുകൊണ്ട് അത് സ്കൂട്ടിയിലാകണ്ടെന്ന് കരുതി ഒരു കവറോടെ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല കവറൊന്നും എന്ത് ചെയ്യല തരികയല്ല. അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു, ഞാൻ കവർ തരില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോ സ്വാഭാവിക ചിന്തയിൽ അവിടെ ഒരാളല്ല മീൻ വിൽക്കുന്നത്, പല ആളുകളും അവിടെ മീൻ വിൽക്കുന്നുണ്ട്. പല ആളുകൾ അവിടെ മീൻ വിൽക്കുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം മീൻ വാങ്ങാൻ ഞാൻ പോയത് ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പിറ്റേ ദിവസം ഞാൻ മീൻ വാങ്ങാൻ പോയതും ഇദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെയാണ്. സ്തോത്രം. അന്ന് ഞാൻ മത്തിയല്ല വാങ്ങിയത്, വേറൊരു മീനാ വാങ്ങിയത്. പക്ഷേ ഈ കാലഘട്ടത്തിലെ ചിന്താഗതിക്ക് അനുസരിച്ച് അദ്ദേഹത്തിനും അറിയാം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് മീൻ വാങ്ങാൻ പോയില്ലെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി വാങ്ങാതെ മറ്റുള്ളവരുടെ അടുക്കൽ പോയി വാങ്ങിയാലും എനിക്ക് വിഷയമല്ല. പക്ഷെ എന്റെ അകത്തെ ചിന്ത തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. ഞാൻ പിറ്റേ ദിവസവും മീൻ വാങ്ങാൻ പോയത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ്. അത് എനിക്കുണ്ടായ ഒരു റിസൾട്ട് എന്താണെന്നറിയാവോ? അന്ന് മുതൽ ഞാൻ ട്രാൻസ്ഫർ ആയി ആ സഭയിൽ നിന്ന് പോരുന്നത് വരെ അദ്ദേഹം എനിക്ക് 2 കവറിലാണ് മീൻ തന്നുകൊണ്ടിരുന്നത്. എന്താ അങ്ങനെ തരാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ പ്രാവശ്യം 1 കവറേ ഞാൻ തരുവുള്ളൂ എന്ന് അദ്ദേഹം രൂക്ഷ സ്വരത്തിൽ പറഞ്ഞത് എന്റെ അകത്തുണ്ട്. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് വേറെ മീൻകാരന്റെ അടുക്കൽ പോയി മീൻ വാങ്ങുകയാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ചെയ്തത് പിറ്റേ ദിവസവും ഞാൻ അവിടെ പോയി മീൻ വാങ്ങി. ഞാൻ കവർ ചോദിച്ചില്ല. പക്ഷേ അദ്ദേഹം 2 കവറിലിട്ട് എന്ത് ചെയ്തു? മീൻ തന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കുവാൻ, നമ്മെ പാപത്തിലേക്ക് നയിക്കുവാൻ ഇങ്ങനെയുള്ള വേദികൾ പിശാച് ഉപയോഗിക്കാൻ നേരത്ത് ദൈവഹിതമായി തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിപ്പാൻ നാം തയ്യാറാകണം. സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ആമേൻ. ഈ ഭൂമിയിൽ നമുക്ക് എത്ര പ്രതിഫലം കിട്ടിയാലും ഇതൊന്നും അങ്ങ് കൊണ്ടുപോകാൻ പറ്റിയല്ല. നമുക്ക് വേണ്ടത് സ്വർഗത്തിലെ പ്രതിഫലമാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാനും നിങ്ങളും തയ്യാറാകണം. ആമേൻ. നമ്മുടെ പ്രതിഫലം ഭൂമിയിലാകരുത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലവുമില്ല. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്താൽ ഈ ഭൂമിയിൽ നമുക്ക് പ്രതിഫലമുണ്ട്, പക്ഷെ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ പ്രതിഫലമാണ്.
അത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന അടുത്ത തലമാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ നീതി എന്ത് ചെയ്യരുത്? സ്തോത്രം, ആമേൻ. നമ്മൾ ഇനി എത്ര നല്ല കാര്യം ചെയ്താലും അത് മനുഷ്യരുടെ മുമ്പിൽ അവരുടെ നല്ല വാക്കിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എനിക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ അങ്ങ് എനിക്ക് പ്രതിഫലമില്ല. 2-ാം വാക്യം എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം വരേണ്ടതിന് ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹള ഊതിക്കരുത്. സ്തോത്രം. ഇന്നത്തെ കാലത്ത് ചാരിറ്റി ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? പട്ടിണി കിടക്കുന്ന ഒരുവൻ 5 കിലോ അരിയും 2 കിലോ ചെറുപയറും വാങ്ങിക്കൊടുക്കുന്നവനും കൂടെ നിന്നൊരു ഫോട്ടോ ആവശ്യമാണ്, അല്ലേ? നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൈവം ഇതൊക്കെ നോക്കിയായിരിക്കും ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കി. പട്ടിണി പാവത്തിന് വയറ് വേദന അറിയാം, ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ലാത്ത സാഹചര്യം അറിയാം. പക്ഷേ ഏതൊരു മനുഷ്യനോട് അഭിമാനം വിടാൻ തയ്യാറല്ല. എത്ര ഭാരത്തോടെ ആയിരിക്കും നിന്ന് ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നിട്ടുണ്ടാകുക, ആ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ടുണ്ടാകുക. ഗതികേട് കൊണ്ടാ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മളൊരു കാര്യം ചെയ്താൽ, സ്തോത്രം, അത് നാം പരസ്യമാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ വചനം പറയുന്നു ഇവിടുന്ന് ഒരു പക്ഷേ പ്രതിഫലമുണ്ട്. 2 നല്ല വാക്കുകളൊക്കെ പറഞ്ഞിരിക്കാം. നന്മ മരമെന്നോ അല്ലെങ്കിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളെന്നോ അല്ലെങ്കിൽ ആള് കൂടുന്നിടത്ത് നമ്മെ നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ വചനം പറയുന്നു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടി. സ്വർഗത്തിൽ എന്തില്ല? പ്രതിഫലമില്ല, അല്ലേ? അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ എന്ത് ചെയ്യരുത്? ആകരുത്. കപടഭക്തിക്കാര് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ വചനം പറയുന്നത് ഈ ഭൂമിയിൽ അവർക്ക് പ്രതിഫലം ലഭിച്ചു എന്നാ. സ്തോത്രം. നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കരുത്. മനസ്സിലായോ? ഒരുപക്ഷെ നമ്മുടെ വാക്കുകളിൽ പ്രാസം ഉണ്ടാകാം, നമ്മുടെ വാക്കുകളിൽ ചിലപ്പോൾ മറ്റുള്ളവരെ പുളകമണിയിക്കുന്ന വാക്കുകൾ ഉണ്ടാകാം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയം ചലിക്കണമെന്നില്ല. വചനം എങ്ങനെയാ പറയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ഭക്തനോട് വചനം പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്മൾ ഈ വചനം അനുസരിക്കണം. ഇനി ഇവിടെ നിന്നാണ് വേണമെങ്കിൽ നമ്മൾ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. പക്ഷേ സ്വർഗത്തിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം വേണ്ടതെങ്കിൽ നമ്മൾ ഈ വചനം അനുസരിപ്പാൻ തയ്യാറാകണം. സ്തോത്രം. സ്വർഗത്തിലെ പ്രതിഫലം എന്താണെന്ന് വെളിപ്പാട് പുസ്തകം 19:8 പറയുന്നുണ്ട്. സ്വർഗത്തിൽ പ്രതിഫല വിഭാഗം നടക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 8-ാം വാക്യോടെ വായിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പ്രിയമുള്ളവരെ, ഇവിടെ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൾക്ക്, ആർക്കാ? സഭയാം കാന്തയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അപ്പോൾ ഇതിനൊരു പൂർണ്ണതയായല്ലോ. നീതി നിമിത്തം നീ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ അതിനർത്ഥം നിനക്ക് പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ഒരു വാക്യോടെ വായിച്ച് 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം അടുത്ത വാക്യം നമ്മൾ വായിക്കാൻ പോവുകയാണ്.
അതിന്റെ 13-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉം. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട് രസം വരുത്താം? പുറത്ത് ആ. കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഓക്കെ, ആ ഭാഗോടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും ഈ ക്ലാസ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഉപ്പ്. കാരമുള്ള ഉപ്പിനെ കുറിച്ചാണ്, ഉപ്പായിരുന്നിട്ട് കാര്യമില്ല, കാരമുള്ള ഉപ്പിനെ കുറിച്ച് അല്ലേ? ചില ഉപ്പ് കറിക്കകത്ത് എത്ര ഇട്ടാലും അതെന്തുണ്ടാകുകയില്ല, ഉപ്പിന്റെ രസം വരുത്തില്ല അല്ലെ? അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആന്റിമാര്, നിങ്ങൾക്കറിയാം, ചില ഉപ്പ് എത്ര ഇട്ടാലും എന്ത് ചെയ്യല, രസം വരില്ല. പക്ഷെ ചില ഉപ്പ് അല്പമിട്ടാൽ രസമാ. അപ്പോ ഇന്നലെ കാരമില്ലാത്ത ഉപ്പ് എത്ര ഇട്ടിട്ടും ഉപ്പ് പിടിക്കാത്തത് കൊണ്ട് ഇന്ന് അമ്മാമ ഇന്നലെ ഇട്ട ഉപ്പിനേക്കാൾ കൂടുതൽ ഇടാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നലെ ഇട്ട ഉപ്പിന് കാരമില്ലായിരുന്നു, പക്ഷെ ഇന്നിട്ട ഉപ്പിന് എന്തുണ്ട്? കാരമുണ്ട്. എന്തോരം ബഹളം നടന്നിട്ടുണ്ടല്ലേ? ഈ ഉപ്പ് സത്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അങ്ങനെ വചനം പറയുന്നത്. പക്ഷെ ഈ ഉപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം തുടക്കം ഈ ഉപ്പ. എന്താ കാര്യം? നീ എവിടെ നോക്കിയ ഉപ്പിട്ടെ അല്ലേ? അവിടെ തൊട്ടാ തുടങ്ങുന്നത്. അപ്പൊ അച്ചായൻ പറയാം, എന്നാ പിന്നെ നിങ്ങൾക്ക് കറി വെച്ചൂടെ? ഹലോ, ആ, പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. ഈ ഉപ്പ് ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെതായ നിലയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട്, ആമേൻ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരമുള്ള ഉപ്പ്, നമ്മൾ കാരമുള്ളവരായി മാറുക. വെറും ഉപ്പായിട്ട് എന്ത് ഇരിക്കരുത്. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഫലപ്രദമായ മുന്തിരിവള്ളി. അതാരെ കുറിച്ചാ പറയുന്നത്? അമ്മാമയെ കുറിച്ച് വചനം പറയുകയാണ്. നീ മുന്തിരിവള്ളി പോലെ എന്നാണോ പറയുന്നത്? അല്ല, ഫലപ്രദമായ മുന്തിരിവള്ളി. അതെന്താ ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന് പറയാൻ കാരണം? ഇല എത്ര തിങ്ങി നിറഞ്ഞിട്ടും അതിനകത്തൊരു ഫലം പോലും ഇല്ലെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ഇലയ്ക്ക് വേണ്ടിയിട്ടല്ല ആ വൃക്ഷം നട്ടത്, ഇലയ്ക്ക് വേണ്ടിയിട്ടല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ കാരമുള്ള ഉപ്പാണ് അത് ദൈവം ആഗ്രഹിക്കുന്നത്. എവിടെയൊക്കെ കാരം ഉണ്ടാകണം? ഭവനത്തിനകത്ത്. ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ്. അപ്പൊ നമ്മൾ ഉപ്പെന്ന് പറയുമ്പോൾ വേഗത്തിൽ നമ്മുടെ അകത്തേക്ക് വരേണ്ട ചിന്ത ഇതാണ്: ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിലയിൽ നമ്മൾ കാരമുള്ളവരായി തീരണം. നമ്മള് ദൈവസഭയ്ക്കകത്താകട്ടെ, കുടുംബത്തിനകത്താകട്ടെ, കുടുംബക്കാരുടെ ഇടയിലാകട്ടെ, ചിലരൊന്നും വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേ, ഏതെങ്കിലും ആവശ്യങ്ങൾക്ക്. പക്ഷെ ചിലര് വന്നില്ലെങ്കിൽ അത് വല്ലാതെ നമ്മൾ ഫീൽ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മൊത്തത്തിൽ ബാധിക്കും അല്ലേ? സ്തോത്രം. സഭയ്ക്കകത്ത് നന്നായി ആരാധിക്കുന്ന ഒരു കുടുംബം ഉണ്ടെന്നിരിക്കട്ടെ, എന്തോ വിഷയം കൊണ്ട്, പനിയോ തലവേദനയോ കൊണ്ട് വന്നില്ല, എന്തോ ശാരീരിക ക്ലേശം കൊണ്ട് വന്നില്ല. പക്ഷെ ആളുകൾ കുറച്ചുള്ള സഭകളൊക്കെയാണ് ഇങ്ങനെ പറയും, ഇന്നത്തെ ആരാധന ഒരു സുഖമില്ലായിരുന്നു അവരില്ലാത്തതുകൊണ്ട്. ഇല്ല, അങ്ങനെ പറയും. എന്താ കാര്യം എന്നറിയാവോ? കാരമുള്ളത് മാറി നിന്നാൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ കാരമുള്ളവരായിരിക്കണം. ഉപ്പായിരുന്നിട്ട് കാര്യമില്ല, കാരമുള്ള ഉപ്പ്. ഭവനത്തിന്റെ അകത്തളത്തിൽ നമുക്ക് കാരം ഉണ്ടായിരിക്കണം. അപ്പൻ എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞാൽ, മക്കൾ എന്ന് പറഞ്ഞാൽ അതതിന്റെ നിലയിൽ അവരവരുടെ ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുമ്പോഴാണ് അവരെ നമുക്ക് പച്ചയായിട്ട് വിളിക്കുക, ഇത് കാരമുള്ള ഉപ്പ.
ചില വീടുകളിൽ അച്ചായന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുകയില്ല. ചില വീടുകളിൽ അമ്മമാർക്ക് അവരുടെ ഉത്തരവാദിത്വം ഉണ്ടാവുകയില്ല. ചില വീടുകളിൽ അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്വം ഉണ്ട്, മക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുകയില്ല. അപ്പൊ കാരമുള്ളവരും കാരമില്ലാത്തവരും ഉണ്ട്. പക്ഷെ ദൈവവചനം നമുക്ക് നൽകി തരുന്ന ഉപദേശം എന്താണെന്നറിയാവോ? ഈ വചനം കൊണ്ട് നമ്മൾ കാരമുള്ളവരാകണം. സ്തോത്രം. നമ്മൾ വെറുതെ ഉപ്പായിരുന്നിട്ട് കാര്യമില്ല. ഈ വചനം നമ്മിൽ കാരമുള്ളവരാക്കി എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിലയിൽ ഭവനത്തിന്റെ അകത്തളത്തിൽ, ദൈവസഭയ്ക്കകത്ത്, സമൂഹത്തിൽ നമ്മൾ കാരമുള്ളവരായി മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അനുഭവം അല്ലേ? ആമേൻ, സ്തോത്രം. ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കഷ്ടത്തിന്റെ നടുവിൽ, വേദനകളുടെ നടുവിൽ ചിലരുടെയൊക്കെ ഒരു വാക്കുമതി ആ പ്രശ്നം തണുക്കാൻ, ആ വേദന മാറാൻ, ആ പ്രതിസന്ധി മാറാൻ. ഒരൊറ്റ വാക്ക് മതി. എന്താ കാര്യം എന്നറിയാവോ? അത് കാരമുള്ള ഉപ്പ. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഒരൊറ്റ വെട്ട് മതി. പക്ഷെ മൂർച്ച ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വെട്ടി 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 അതിന്റെ വായ്ത്തല പോവുകയല്ലാതെ അത് മുറിയത്തില്ല. എന്താ കാര്യം? മൂർച്ചയാണ് വിഷയം. കാരമുള്ള ഉപ്പാകണം. കാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി എന്നറിയാവോ? ചവിട്ട് കൊള്ളുന്നുണ്ടോ എന്നറിഞ്ഞാൽ മതി. ഹലോ, ദൈവം അനുവദിക്കാത്ത ചവിട്ട് നീ കൊള്ളരുത്. വചനം എന്താ പറയുന്നേ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളില്ല. അവനെ മനുഷ്യൻ ചവിട്ടും. ദൈവം അനുവദിക്കാത്ത ചവിട്ടാ അത്. പ്രതിഫലമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വചനത്തോട് ചേർത്ത് ഞാൻ അതിനെ വെക്കുക. ദൈവം അനുവദിക്കാതെ നീ മെതിക്കപ്പെടുന്നെങ്കിൽ, ദൈവം അനുവദിക്കാതെ നീ ചവിട്ടപ്പെടുന്നെങ്കിൽ, ദൈവം അനുവദിക്കാതെ രോഗത്തെ വഹിക്കുന്നെങ്കിൽ, ദൈവം അനുവദിക്കാതെ നീ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നെങ്കിൽ, ദൈവം അനുവദിക്കാതെ നീ ചവിട്ടപ്പെടുന്നെങ്കിൽ അതിനർത്ഥം നീ കാരമുള്ളവരായി മാറണം. സ്തോത്രം. നിനക്ക് രസം വരുത്തുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, മറ്റുള്ളവർക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത നിലയിൽ നീ പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഭവനത്തിന്റെ അകത്ത് അങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മാറ്റി നിർത്താൻ കഴിയാത്തതുപോലെ ഇന്നയാളുണ്ടെങ്കിൽ, ഇന്ന ആന്റി ഉണ്ടെങ്കിൽ, ഇന്ന അച്ചായൻ ഉണ്ടെങ്കിൽ, ഇന്ന ദൈവദാസൻ ഉണ്ടെങ്കിൽ, ഇന്ന മകൻ ഉണ്ടെങ്കിൽ എന്ന് പറയത്തക്കവണ്ണം നമ്മൾ പ്രയോജനമുള്ളവരായി മാറണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ കാരം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അവന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ദർശനവും വെളിപ്പാടെല്ലാം ആമേ സ്തോത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാ. ആമേൻ. ദൈവം മനുഷ്യന് നൽകിയ ആമേൻ ദർശനങ്ങളും വെളിപ്പാടുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുക. ദൈവം നമ്മെ കാരമുള്ളതാക്കി മാറ്റാൻ പോകുക. ദൈവം നമ്മെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇത്രയും നാളും ആമേൻ, സ്തോത്രം, നീ പ്രയോജനമില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാ: മാറ്റി നിർത്തിയിടത്ത് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരാൻ പോകുകയാ. മാറ്റി നിർത്തിയിടത്ത് ദൈവം നിനക്ക് മാന്യത തരാൻ പോകുകയാണ്. നിന്നെ ആമേൻ, സ്തോത്രം, ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കി അല്ലേ? ഇബ്താഹിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. നീ പരശ്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ ആമേൻ ഒഴിവാക്കി എന്നാ പറയുന്നത്. അവനെ ആമേൻ, സ്തോത്രം, തള്ളിക്കളഞ്ഞെന്നാ പറയുന്നത്. പക്ഷേ ഒരു യുദ്ധം വന്നപ്പോൾ വചനം ഇങ്ങനെ പറയുന്നത്, അവർ പ്രഭുക്കന്മാരെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് പറയുകയാണ്, ഇബ്താഹിനെ നമുക്ക് വിളിക്കണം. അവൻ പരാക്രമശാലിയാണ്, അവന്റെ മേലൊരു അഭിഷേകമുണ്ട്, അവന്റെ മേൽ കാരമുണ്ട്, അവന് മൂർച്ചയുണ്ട്, അവനെ കൊണ്ടേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. ആമേൻ. നീ എവിടെ തകരുമെന്ന് വിചാരിച്ചോ, നിന്നെ എവിടെ ഒതുക്കാമെന്ന് ശത്രു വിചാരിച്ചോ, ആമേൻ, സ്തോത്രം, അവിടെ നിന്നെ ദൈവം പണിതെടുക്കാൻ പോവുകയാണ്. നീ കാരമില്ലെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞ അവസ്ഥയാണെങ്കിലും അവിടെ നിന്ന് നിന്നെ മടക്കി വരുത്താൻ കഴിയുന്ന ഒരു സർവശക്തൻ നിന്റെ കൂടെയുണ്ട്. പ്രതീക്ഷയറ്റവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ സകല വാതിലുകളും മുട്ടി, സകല വാതിലുകളും മുട്ടി, സകല വഴികളും തേടി, പക്ഷെ ഒരു വാതിലുകളും തുറക്കുന്നില്ല, ഒരു വഴിയും തുറക്കുന്നില്ല.
കിട്ടുന്നില്ല, ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്നെ കാരമുള്ളതാക്കി മാറ്റാൻ, നിന്റെ അകത്ത് ചിലത് പകർന്ന്, വിശേഷപ്പെട്ട ചിലത് പകർന്ന്, നിനക്ക് മുമ്പിൽ വഴികൾ തുറന്ന്, നിന്റെ മുൻപായി ഞാൻ നടന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസനിൽ അടച്ചിട്ട് ഒന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണം. കർത്താവേ, ഈ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന വിഷയത്തിൽ കർത്താവേ എന്നെ ക്ഷമിക്കുന്നവനാക്കി മാറ്റണേ, എന്നെ സഹിക്കുന്നവനാക്കി മാറ്റണേ. എന്റെ ജീവിതത്തിൽ ആമേൻ അങ്ങനെ ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലയിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെ അങ്ങ് ആമേ സ്തോത്രം ആ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നണമേ. ആമേ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങ് പറഞ്ഞു ആമേ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. കാരമില്ലാത്ത ഉപ്പ് ആമേ സ്തോത്രം വഴിയിൽ മനുഷ്യർ ചവിട്ടുമ്പോൾ, ആമേ സ്തോത്രം അത് കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആമേ സ്തോത്രം ആമേ ഞങ്ങളിൽ കാരം പകർന്ന് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിരാശപ്പെട്ടിരിക്കുന്നവർ, മുൻപോട്ട് ചുവടുവെപ്പാൻ കഴിയാതിരിക്കുന്നവർ, സാഹചര്യങ്ങളെതിരായിരിക്കുന്നവർ, ആമേ സ്തോത്രം ആത്മീയമായിട്ട് വളരണമെന്ന് ആഗ്രഹമുണ്ട്, കാരം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കഴിയാതെ ജീവിതത്തിൽ അസ്വസ്ഥതയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ, അപ്പോ ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഹൃദയങ്ങളുടെ അകത്തളത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഭവനത്തിൽ കാരമില്ലാത്ത നിലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളാകട്ടെ, തലമുറകളാകട്ടെ, ആമേ സ്തോത്രം അതേ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, ഭാരങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, കർത്താവ് ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുകയാണ്. അങ്ങ് അങ്ങനെ ചെയ്ത് ആമേ ഞങ്ങളെ കുടുംബമായി അങ്ങ് ആദരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഈ വചന പഠനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ, ആ ഭവനങ്ങൾക്ക് ആശ്വാസമാക്കണമേ, ജയത്തോടെ ഞങ്ങളെ നടത്തണമേ. അങ്ങ് അനുവദിക്കാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ അനുവദിക്കാതെ ഈ കാലഘട്ടത്തിൽ ദൈവ ശബ്ദം തിരിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.